ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം കേട്ടോ. അപ്പം മിത്രയാണെങ്കിൽ ഗോമതിയെ ഫോൺ ചെയ്യാണ്. അപ്പച്ചി ഇപ്പം എവിടെയാ? അമ്പലത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കുക. ഇനി ഒരു പൂജയും കൂടി ചെയ്യാനുണ്ട്, അതിൻ്റെ പ്രസാദം വൈകുന്നേരമേ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ അമ്പലത്തിൽ വരെ വന്നതാ മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പ്രസാദം മേടിക്കാനായിട്ട്. മിക്കവാറും ഞങ്ങൾ വൈകുന്നേരത്തെ പൂജയും കൂടി തൊഴുതിട്ട് ഇന്ന് ഇവിടെ താമസിച്ച് നാളെ രാവിലെ അങ്ങ് എത്തുള്ളൂ എന്ന് പറയും കേട്ടോ. മീനു എവിടെ എന്ന് മിത്രയോട് ചോദിക്കും. മീനു ചേച്ചി കിച്ചണിൽ സഹായിക്കാനുണ്ടായിരുന്നു, ഓഫീസിൽ പോവാൻ റെഡി ആയിട്ടില്ല, ഇന്നെന്താവും ലേറ്റ് ആവും എന്നൊക്കെ പറയേ. അപ്പം മീനു അങ്ങോട്ട് വന്ന് ഫോൺ മേടിക്കും. ഹലോ, ഞാൻ ലേറ്റ് ആയിട്ടൊന്നും ഇല്ലമ്മേ, ഇവള് വെറുതെ പറയുന്നതാ, അമ്മയെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നിങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുക. ഞാനിപ്പോൾ തന്നെ ഇറങ്ങും അമ്മേ. അല്ല, ട്രിപ്പൊക്കെ എങ്ങനെയുണ്ട് എന്ന് അപ്പം ഗോമതിയോട് മീന് ചോദിക്കും കേട്ടോ. കുടുംബക്ഷേത്രത്തിൽ വന്നിട്ട് എത്ര നാളായി, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വരേണ്ടതായിരുന്നു, എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നേനെ. അത് സാരമില്ലമ്മേ എന്ന് ചോദിക്കുക. എനിക്കും കേൾക്കണം, സ്പീക്കറിലിട് എന്ന് മിത്ര പറയേ. അപ്പച്ചി അധികാരം മാറ്റം നടത്തിയിട്ടാണോ കുടുംബക്ഷേത്രത്തിലേക്ക് പോയത്? അധികാര കൈമാറ്റോ? ഗോമതി സ്റ്റോഴ്സിന്റെ താക്കോല് അപ്പച്ചി മീൻ ചേച്ചിയല്ലേ ഏൽപ്പിച്ചിരുന്നത്? അതെ, അതിനിപ്പോൾ എന്താ? കടയുടെ താക്കോല് മീനുവിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരുന്നല്ലോ, അത് നീയും കണ്ടതല്ലേ? എന്നാൽ അങ്ങനെയാണെങ്കിലേ എന്നിട്ട് ഇന്ന് കടയുടെ താക്കോലും ബാഗും കൊടുത്തത് സുകന്യ ചേച്ചിയാണല്ലോ എന്ന് മിത്ര പറയും. മീനുവിനെ ഏൽപ്പിച്ച കാര്യം അവൾ എന്താ ചെയ്യാതിരുന്നേ എന്ന് ചോദിക്കും. അത് അമ്മേ, നീ എന്താ തപ്പി തടയുന്നേ? നീ എന്തിനാ മീനു അത് സമ്മതിച്ചത്? അത് സാരമില്ലമ്മേ, സുഗിനി ചേച്ചിയുടെ ഒരാഗ്രഹമല്ലേ, അതങ്ങ് നടന്നോട്ടെ എന്ന് മീനു പറയും. അമ്മ എന്നെ വിളിച്ചു ചോദിക്കാനൊന്നും പോവണ്ട, എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പച്ചി ഇവിടെ ഇല്ലാത്തതുകൊണ്ടേ ഈ വീടിൻ്റെ ഫുൾ കൺട്രോളേ സുഗിനി ചേച്ചി ഏറ്റെടുത്തിരിക്കുക എന്ന് മിത്രയും ഗോമതിയോട് പറയും. അങ്ങനെയൊന്നും അല്ല അമ്മേ, ഇവള് ചുമ്മാ പറയുന്നതാ. ചുമ്മാ ഒന്നും അല്ല അപ്പച്ചി, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മിത്ര തമാശ പറയുന്നതാ അമ്മേ, അമ്മ ഇതൊന്നും കേട്ട് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്ന് മീനാക്ഷി പറയും. ക്ഷേത്രത്തിലെ പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞ് അമ്മ സ്വസ്ഥമായിട്ട് വന്നാൽ മതി, അല്ലാതെ ഇതൊന്നും കേട്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. എന്നാൽ ശരി അമ്മേ, ഞാൻ പോയി റെഡി ആവട്ടെ, ഞാൻ ദേവിയെടുത്ത് പിന്നെ വിളിച്ചോളാം എന്നും പറഞ്ഞ് മീനു ഫോൺ കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം ഗോമതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് മിത്രയ്ക്കൊരു ഞുള്ളു വെച്ച് കൊടുക്കും. കുറുമ്പി, നിനക്ക് എന്താവശ്യം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പം അമ്മയെ വിളിച്ച് പറയാനായിട്ട്? കാര്യങ്ങളൊക്കെ അപ്പച്ചി അറിയട്ടെ, അല്ലാതെ എല്ലാം മറച്ചു പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ അത് ദോഷം ചെയ്യുന്നതെന്ന് പറയാൻ കേട്ടോ. അതേസമയം ഈ വിവരങ്ങളൊക്കെ കേട്ട ഗോമതി ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം മിത്ര പുസ്തകം എടുത്ത് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയും പെറുക്കിയൊക്കെ ഇരിക്കുക. അപ്പോഴാണ് ആകാശ് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നത്. ആകാശ് വെറുതെ അല്ല, 4 കാലിൽ കുടിച്ചിട്ടാണ് കേട്ടോ കയറി വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ മിത്ര ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്നിട്ട് മീനുവിനെ വിളിക്കുക. മീനു എന്ന് പറഞ്ഞ് ആകാശിന് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കധികം മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു വിധത്തിൽ സോഫയിൽ കയറി ഇരിക്കും. എന്നിട്ട് വീണ്ടും മീനു മീനു എന്നും പറഞ്ഞ് വിളിക്കും കേട്ടോ. അപ്പം മിത്ര എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. ആകാശേട്ടാ, എന്ത് കോലോ ഇത് എന്ന് ചോദിക്കുക. ദൈവമേ, ആകാശേട്ടൻ ഇത്രയും കുടിച്ചിട്ട് വന്നത് അച്ഛനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രശ്നമാകുമല്ലോ, പെട്ടെന്ന് പോയി മീൻ ചേച്ചിനെ വിളിക്കാം എന്ന് പറയുകയാണേ. അപ്പോഴത്തേക്കും ആകാശ് ജഗ്ഗിന്ന് വെള്ളമെടുത്ത് ഒരു വിധത്തിൽ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഗ്ലാസ് അവിടെ വെച്ചിട്ട് ജഗ്ഗിന്ന് തന്നെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ താഴോട്ട് മുഴുവനും പോവാണ് കേട്ടോ. അത്രയ്ക്കും ബാലൻസ് കിട്ടുന്നില്ല ആകാശിന്. ആകാശ് എന്നിട്ടാണെങ്കിൽ ഇതെന്താ ഈ ജഗ് 4ആയിട്ട് നിൽക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. എവിടെ മീനു എന്ന് ചോദിക്കുക. ആകാശേ, നീ എന്ത് പണി ആകാശ് ഈ കാണിച്ചത്? എന്ത് കോലത്തിലാണ് നീ കയറി വന്നിരിക്കുന്നേ എന്നൊക്കെ മീനു അപ്പോൾ ആകാശിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് എന്ത് കോലത്തിൽ ആകാശം നീ കയറി വന്നിരിക്കുന്നത്? എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം മിത്രയാണെങ്കിൽ സുകന്യ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കുവാണ് കേട്ടോ. നീ എന്താ ഒന്നും മിണ്ടാതെ? അപ്പം മിത്ര പറയും, മീൻ ചേച്ചി ആകാശേട്ടനെ പെട്ടെന്ന് റൂമിലേക്ക് കൊണ്ടുപോകും, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രശ്നം അതാകും. ആ സുകന്യ ചേച്ചി ഇതുങ്ങാനും കണ്ടു കഴിഞ്ഞാലേ ഇതൊക്കെ അങ്കിളിനെ അറിയിച്ചാൽ ഇവിടെ ഒരാകെ കലാപം ഉണ്ടാക്കും. ഒരങ്കിള് എന്നിങ്ങനെ പറയാം. ആകാശേ, ബാ എഴുന്നേക്ക്, ഒരു വിധത്തിൽ പിടിച്ച് എഴുന്നേപ്പിക്കും കേട്ടോ. ആരും എന്നെ പിടിക്കണ്ട, നടക്കാനൊക്കെ ഈ ആകാശിനറിയാം, ആരുടെയും ബലം എനിക്ക് ആവശ്യമില്ല. എൻ്റെ മീനു വിളിച്ചാലുണ്ടല്ലോ, എൻ്റെ മീനു വിളിച്ചാൽ ഞാൻ എങ്ങോട്ടും പോകും. വരുമല്ലോ അല്ലേ? വരും, നീ പിടിക്കാതെ തന്നെ ഞാൻ നിൻ്റെ പിന്നാലെ ഒരു നായയെപ്പോലെ വരും മീനു എന്ന് പറയേ. അപ്പം മിത്രൻ പറയും, ചെല്ല ആകാശേട്ടാ, അതിനു മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മിത്രയോട് സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം?
എൻ്റെ പൊന്നു പെങ്ങളെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിത്രപ്പെങ്ങളെ എനിക്ക് പറയാനുള്ളത്. ആകാശിന് പറയാനുള്ളതൊക്കെ ഞാൻ കേൾക്കാം. ഇപ്പം നമുക്ക് റൂമിൽ പോകാം, നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങനെ, പക്ഷേ എന്നെ പിടിക്കരുത്, ഞാൻ തന്നെ നടക്കും. ഈ ആകാശിന് ആരുടെയും ആവശ്യമില്ല. ഒരു ബലമില്ലാതെ തന്നെ ഈ ആകാശം നടക്കും. നീ കണ്ടോ മീനു? എന്നെ പിടിക്കരുത് മീനു, ഞാൻ സ്വന്തം ബാലൻസിൽ പൊയ്ക്കോളാം, എനിക്ക് നിൻ്റെ ആവശ്യമില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം മിത്രയാണെങ്കിൽ സുകന്യയുടെ ഒക്കെ റൂമിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ആ സുകന്യ എങ്ങാനും വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു വലിയ ബഹളം ഉണ്ടാക്കുമെന്ന് മിത്രയ്ക്കും അറിയാം. ആകാശിൻ്റെ കോലമൊക്കെ കാണുമ്പം മിത്രയ്ക്ക് ഒരുപാട് സങ്കടമാവുക. ഒരു വിധത്തിൽ മീനു ആകാശിനെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് സ്വന്തമായിട്ടൊക്കെ നടക്കാൻ അറിയാം, നീ എന്നെ പിടിക്കുമൊന്നും വേണ്ട, ആരും എന്നെ തടയണ്ട, മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ കിടന്ന കസേരയിലേക്ക് ഒറ്റ വീഴ്ചയാണ് കേട്ടോ. അയ്യോ. അപ്പം സുകന്യ ഹാളിലേക്ക് വരികയാണേ. സുകന്യെ കാണുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ മിത്ര പുസ്തകത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിരുന്ന് പഠിക്കും കേട്ടോ. അപ്പം സുകന്യാണെങ്കിൽ വാതിക്കലൊക്കെ പോയി നോക്കും, എന്തോ ഒരു സൗണ്ട് കേട്ടായിരുന്നല്ലോ എന്ന് ചോദിക്കൊണ്ടേ. എന്നിട്ട് വീണ്ടും മിത്ര അടുത്തേക്ക് വരിക. അപ്പം മിത്ര പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം ചുറ്റിനും നോക്കുവാണ് സുകന്യ, എന്തോ ഇവിടെ കേട്ടായിരുന്നല്ലോ എന്ന് ഉള്ള രീതിയിൽ. അപ്പം പെട്ടെന്ന് മിത്രയുടെ അടുത്തേക്ക് വരും. ആരോ ഒച്ച വെച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എൻ്റെ പൊന്നു ചേച്ചി, കുറേ നേരമായിട്ട് ഞാൻ ഈ വാതക്കലിരിപ്പുണ്ട്, ഇവിടെ ആരും ഒച്ച എടുത്ത് സംസാരിച്ചില്ലല്ലോ, ചേച്ചിക്ക് തോന്നിയതായിരിക്കും എന്ന് സുകന്യയുടെ അപ്പം മിത്ര പറയൂട്ടോ. പക്ഷേ സുകന്യയുടെ സംശയം മാറിയിട്ടില്ല. അല്ല, ഞാൻ കേട്ടതാ, ആരോ കുടിച്ചിട്ട് സംസാരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത് എന്ന് പറയേ. എനിക്കറിയില്ല, ഞാൻ ആരെയും കണ്ടില്ല എന്ന് വീണ്ടും അപ്പം സുകന്യയുടെ മിത്ര പറയൂട്ടോ. അങ്ങനെയല്ല, ഇവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് സുകന്യയുടെ മനസ്സിലപ്പോൾ ഇങ്ങനെ പറയാം. ഇവളെന്തോ മറക്കുന്നില്ലേ, എന്താന്ന് കണ്ടെത്തണം. അതേസമയം മീനുൻ്റെ റൂമിൽ എന്തു പറ്റി മീനു എന്ന് ആകാശ് മീനോട് ചോദിക്കാം. ആകാശിൻ്റെ ഉദ്ദേശം എന്താ? പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. നമ്മുടെ അച്ഛൻ്റെ വാക്കിന് ആകാശ് എന്തെങ്കിലും ഒരു വില നൽകിയിട്ടുണ്ടോ? ആകാശിന് ഇനി ഒരിക്കലും മദ്യപിച്ച് ഈ വീട്ടിലേക്ക് വരില്ല എന്ന് സുകന്യ ചേച്ചിക്ക് അച്ഛൻ വാക്ക് കൊടുത്തല്ലേ? ആകാശ് അത് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ സുകന്യ പമ്മി ആകാശിൻ്റെ മീനുവിൻ്റെ റൂമിൽ ചെന്ന് വാതിക്കൽ നിൽക്കൂട്ടോ. അപ്പം സുകന്യ ഇതെല്ലാം കേൾക്കുന്നുണ്ടേ. ആകാശ് മദ്യപിച്ച് വന്ന കാര്യം സുകന്യ ചേച്ചി അറിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുമെന്ന് ആകാശിന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുക. അവരാരാ, അവരെന്ത് പ്രശ്നം വേണേലും ഉണ്ടാക്കട്ടെ എന്നൊക്കെ അപ്പം ആകാശ് പറയൂട്ടോ. ഇന്നിവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അമ്മ പോലും ഇവിടെ ഇല്ല, അച്ഛനെ നിയന്ത്രിക്കാൻ നമ്മൾ ആരുടെയും കയ്യിൽ ഇതൊന്നും നിൽക്കാനും പോകുന്നില്ല. ഓ, അപ്പം എൻ്റെ സംശയം ശരിയായിരുന്നു, വെറുതെ അല്ല ആ മിത്ര കിടന്ന് ഉരുണ്ട് കളിച്ചത് എന്ന് സുകന്യ അപ്പം മനസ്സിൽ പറയൂട്ടോ. ഗോമതി സ്റ്റോഴ്സ് ബാലൻ സുകന്യ ചേച്ചിക്ക് വാക്കുകൊടുത്തതേ എന്നോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ, അങ്ങേർക്ക് തോന്നിയ പോലെ അങ്ങേര് ചെയ്യുന്നതിന് ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിക്കാം. നിനക്കെന്താ ഉത്തരം മുട്ടിപ്പോയോ? ഒരു വീട്ടിൽ ജീവിക്കുമ്പം ചില മര്യാദകളൊക്കെ നമ്മൾ പാലിക്കണം ആകാശേ. നമ്മൾ രണ്ടും മാത്രം താമസിക്കുന്ന വീടല്ല ഇത്, ഇതൊരു കൂട്ടുകുടുംബമാണ്. മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കി വേണം ജീവിക്കാൻ, മറ്റുള്ളവരുടെ കംഫർട്ടും കൂടി നമ്മൾ നോക്കേണ്ടി വരും എന്ന് പറയണം. ആകാശ് ബിയറാണ് കഴിക്കുന്നതെങ്കിലും മദ്യപിക്കുന്നവരെ സുകന്യ ചേച്ചിക്ക് പേടിയാ എന്ന് പറയണ കേട്ടില്ലേ? അങ്ങനെ എന്തോ ഒരു ട്രോമ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് മദ്യപിക്കുന്നവരെ ഇത്ര പേടി. അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലായതാ എന്ന് മീനു പറയും കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും ഞെട്ടി നിൽക്കുകയാണ് സുകന്യ. അവരുടെ ലൈഫിൽ ഒരു ട്രോമ, എന്തോന്ന് ട്രോമ എൻ്റെ മീനു, അവരെയും ഒരു ട്രോമയാ. കള്ളും കുടിച്ചിട്ട് അവരുടെ അച്ഛൻ അവരെ എടുത്തിട്ട് ഇടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവരുടെ ലൈഫ് അങ്ങനെയൊന്നും അല്ലെന്ന് അവരെ കാണുമ്പോൾ തന്നെ അറിയാം. അതോ കുടിയനും സൈക്കോയുമായ ഏതെങ്കിലും ഒരുത്തൻ അവർ കയറി പ്രേമിച്ചോ? ആ സൈക്കോയുടെ ജീവിതത്തിൽ കിടന്ന് അവർ നെട്ടോട്ട് ഓടിയോ? ഇതാണോ നീ അവരുടെ ജീവിതത്തിൽ നടന്നു എന്ന് പറഞ്ഞ ഡ്രോമ എന്നൊക്കെ ആകാശ് ഇപ്പം മീനിനോട് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും സുകന്യയുടെ ഞെട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ സുകന്യയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന്. ചിലപ്പം പ്രേമിച്ച് കാണും, മദ്യപാനിയായ അവൻ്റെ സൈക്കോത്തരം കാരണം അവർ ഡ്രോമയിലായി കാണും. അതുകൊണ്ടാണ് അവർക്ക് മദ്യത്തിൻ്റെ മണം കേൾക്കുമ്പം ഇത്രയ്ക്ക് അങ്ങോട്ട് വെകിളി പിടിച്ച് നടക്കുന്നേ. ആകാശെ, അനാവശ്യമൊന്നും പറയരുത്, അത് നമ്മുടെ മാമൻ്റെ ഭാര്യയാണ്, അതിന് ഓർമ്മ വേണം നിനക്ക്. മദ്യത്തിനോട് പിന്നെ അവർക്ക് ഇത്ര വെറുപ്പുണ്ടാകേണ്ട കാരണം എന്താ? ഒന്നെങ്കിൽ ഇങ്ങനെ എന്തോ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ അവർ വലിയ സംഭവമാണെന്ന് കാണിച്ചു കൂട്ടാനുള്ള വെറും പട്ടിഷോ, അതാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവരത്ര പാവമൊന്നുമല്ല. രണ്ടായാലും അതൊന്നും ഈ ആകാശിനെ ബാധിക്കുന്ന കാര്യമല്ല. ഈ ആകാശിൻ്റെ മുന്നിൽ ഇതൊന്നും ചിലവാകാനും പോകുന്നില്ല എന്ന് പറയാം. ആകാശിന് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പണി കാണിക്കുമായിരുന്നോ? മീനു, സോറി, നിന്നോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ മീനു. നിനക്ക് തന്ന വാക്ക്
തെറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, സത്യം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ മീനൂറ്റീനെ. പക്ഷേ അവരുണ്ടല്ലോ, ആ സുകന്യ, അവരൊറ്റ ഒരുത്ത് കാരണം ഇന്ന് ഞാൻ കുടിച്ചത്. ഞാൻ കൊള്ളു കുടിച്ചതിൻ്റെ പേരിൽ അവരെൻ്റെ കുറ്റം പറഞ്ഞു, അതും അച്ഛനോടും മാമനോടും ഒക്കെ. ഗോമതി സ്റ്റോഴ്സ് ബാലനെ കൊണ്ട് തന്നെ എന്നെ വഴക്കും പറയിപ്പിച്ചു, എന്നെ കൊണ്ട് മാപ്പും പറയിച്ചു. അവരുടെ അതിനോടുള്ള വിഷമം കൊണ്ടാ ഞാനിന്ന് കുടിച്ചത്. അവരോട് 4 വർത്താനം പറയണം, അവർക്ക് കുടിക്കുന്നവരെ പേടിയല്ലേ. അതുകൊണ്ടൊന്ന് കുടിച്ചിട്ട് വന്നത്. അവർക്ക് ശരിക്കും അഹങ്കാരമാണ് എന്നൊക്കെ പറയട്ടോ. എനിക്ക് അവരോടൊരു റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്, അത് ശരിക്കും അവരോടുള്ളതല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മാമനോടുള്ള സ്നേഹം, ആ സ്നേഹവും ബഹുമാനവും മാത്രമാണ് അവരുടെ അടുത്ത് നൽകുന്ന ഈ പരിഗണന. പക്ഷെ അവരത് അഹങ്കാരമായിട്ട് എടുത്തിരിക്കുക എന്ന് പറയാം. എന്തായാലും അവരെ പോയി 2 വർത്താനം പറയട്ടെ. മദ്യപിക്കുന്നവരെ അവർക്ക് പേടിയല്ലേ, ഇന്നീ ആകാശിനെ അവർ പേടിക്കണം എന്നും പറഞ്ഞ് ആകാശ് അവിടെ കസേരയിലിരിക്കുമോ. ഇപ്പം ഇരുന്നപ്പം എന്തൊരു സുഖം, ഒരു സമാധാനമൊക്കെ ഉണ്ട്. ആകാശിനി ഈ വീട്ടിൽ മദ്യപിച്ച് വന്ന അവരെന്നെ മൂക്കിക്കയറ്റുന്നല്ലേ പറഞ്ഞേ, അവരെന്നെ മൂക്കിക്കയറ്റുന്ന ഒന്ന് കാണണം എന്ന് പറയാം. നീ എന്തൊക്കെയാ ആകാശയെ വിളിച്ചു പോകുന്നേ എന്നപ്പം മീന് ചോദിക്കാണ് കേട്ടോ. അപ്പം ഇതെല്ലാം സുകന്യ കേട്ടോണ്ടാണ് നിൽക്കുന്നത്. അപ്പം നീ എനിക്ക് പണിയുണ്ടാക്കാനല്ലടാ കുടിച്ചിട്ട് വേണേ, ഇതിനുള്ള മറുപണി എനിക്ക് അറിയാം. ഇനി നീ ഇവിടെ ഉണ്ടായാലല്ലേ നീ ഇനി എൻ്റെ അടുത്ത് അഹങ്കാരം കാണിച്ചുകൊണ്ട് വരത്തുള്ളൂ. എന്തായാലും നിൻ്റെ മാമൻ്റെ ഭാര്യ ആണല്ലോ ഞാൻ, നീയൊക്കെ എന്നെ ബഹുമാനിക്കുന്നത് എനിക്ക് കാണണം എന്നൊക്കെ സുകന്യ മനസ്സിൽ പറയാണ് കേട്ടോ. ആ സമയം തന്നെയാണ് ബാലൻ കടയടിച്ചിട്ട് അങ്ങോട്ട് കയറി വരുന്നത്. ഇതുവരെ വന്നില്ലേ ഗോമതി എന്ന് ബാലൻ ചോദിക്കും. ഇല്ലെങ്കിലേ വന്നില്ല, അപ്പച്ചി പറഞ്ഞത് നാളത്തേക്കേ വരുള്ളെന്നാ. ഇന്ന് അവിടെ കുരുതി പൂജ എന്തോ ഉണ്ട്, അതുകൂടി കഴിഞ്ഞ് അവിടെ ഇന്ന് താമസിച്ച് നാളത്തേക്ക് രാവിലെ വരാമെന്നാ പറഞ്ഞത് എന്ന് പറയേ. ആണോ എന്ന് ചോദിക്കും. അല്ല, മോൾ എന്തോ മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമോ. മോൾക്ക് എന്താ ഒരു ടെൻഷൻ പോലെ എന്ന് മിത്രോട് ചോദിക്കും. ഇല്ലെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, അങ്കിളിന് തോന്നിയതാ എന്ന് പറയും. ബാഗും ചാവിയും ഞാൻ പൂജാമുറി വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലൻ കൊടുത്ത ചാവിയും ബാഗുമായിട്ട് പൂജാമുറിയിലേക്ക് പോകട്ടോ സുകന്യ. അപ്പം മിത്രയുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ മറയ്ക്കുന്ന പോലെ ബാലന് തോന്നുവാണേ. ബാല റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പം സുകന്യ അങ്ങോട്ട് വരിക. ബാലേട്ട എന്നും പറഞ്ഞ് വിളിക്കുകയും അപ്പം അങ്ങോട്ടേക്ക് ധർമ്മനും പറയും, നീ എന്തിനാ അളിയനെ പിടിച്ചു നിർത്തിയേ, നീ എന്താ പറയാൻ പോകുന്നേ എന്ന് ചോദിക്കും. എന്താ പ്രശ്നം, ഇവിടുന്ന് മാറി താമസിക്കണമെന്നൊക്കെ അപ്പോഴത്തേക്കും പെട്ടെന്ന് പറയും കേട്ടോ. അതെ ബാലേട്ട, ഞാനും ധർമ്മേട്ടനും ഇവിടുന്ന് മാറി താമസിക്കാൻ പോവാണെന്ന് പറയേ. നീ എന്തൊക്കെയാ ഈ പറയുന്നേ എന്നപ്പോൾ ധർമ്മൻ ചോദിക്കും. അപ്പം ധർമ്മനെ കണ്ണുരുട്ടി അങ്ങ് നോക്കൂട്ടോ, സുകന്യെ പേടിപ്പിക്കും. അപ്പം ബാലൻ ചോദിക്കും, സുകന്യ എന്താ പറഞ്ഞു വരുന്നത്, ബാലേട്ടന് എനിക്കൊരു വാക്ക് തന്നത് മറന്നുപോയോ, എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ എന്ന് സുകന്യയോട് അപ്പോൾ ബാലൻ പറയും കേട്ടോ. അപ്പോൾ ധർമ്മം പറയും, അളിയ ഒന്നുമില്ല, എന്തെങ്കിലും നിസ്സാര കാര്യമായിരിക്കും, അത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്ന് പറയേ. ആ സമയം തന്നെ മിത്ര ബാഗും താക്കോലും പൂജാമുറി വെച്ചിട്ട് ഹാളിലേക്ക് അവരുടെ അടുത്തേക്ക് വരിക. അത്ര നിസ്സാര കാര്യത്തിന് ആരെങ്കിലും വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് പറയുമോ എന്ന് ചോദിക്കുക. ഇത് നിസ്സാര കാര്യം അളിയ, അത് ഞാൻ ഡീൽ ചെയ്തോളാം, അളിയൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട എന്ന് ചോദിക്കുക. അളിയൻ ഇപ്പോൾ കടയിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, കുളിച്ചിട്ട് വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം, എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന് ധർമ്മൻ ബാലനോട് പറയൂ കേട്ടോ. എങ്ങനെയെങ്കിലും ബാലനെ അവിടുന്ന് റൂമിലേക്ക് കയറ്റി വിടാനായിട്ട് ധർമ്മൻ നോക്കുന്നത്. പക്ഷെ സുകന്യ അതൊന്നും സമ്മതിക്കാതെ ഇടഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അപ്പം മിത്രയുടെ പെരുമാറ്റവും ധർമ്മൻ്റെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബാലന് സംശയം ഉണ്ടാവുകയാണ്. വീണ്ടും ധർമ്മം പറയൂട്ടോ, അളിയൻ പോയി കുളിച്ചിട്ട് വാ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും കഴിക്കാം അളിയ എന്നൊക്കെ പറയൂട്ടോ. എന്തോ നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അപ്പം മിത്രയോട് ചോദിക്കും, മോളെ മിത്രേ നീ തന്നെ പറ, എന്താ ഇവിടെ ഉണ്ടായത്. ഒന്നുമില്ലെങ്കിൽ എന്ന് പറയണം. നിങ്ങളുടെ രണ്ടിനും പെരുമാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പം സുകന്യ തന്നെ പറ. അത് ഞങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ആകാശിനെ കാണുമ്പോൾ തന്നെ ബാലേട്ടന് എന്താ കാര്യമൊന്ന് മനസ്സിലാകും എന്ന് സുകന്യ ബാലനോട് പറയൂട്ടോ. അപ്പം പെട്ടെന്ന് ധർമ്മനും മിത്രയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. മദ്യപിച്ച ആകാശ് ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് ബാലേട്ടന് എനിക്ക് വാക്ക് തന്നിരുന്നു. ഞാനത് തന്നിരുന്നു, എനിക്കത് നല്ല ഓർമ്മയുണ്ട് എന്ന് ബാലൻ പറയും. ആകാശ് ആ വാക്ക് തെറ്റിച്ച ആകാശിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നും ബാലേട്ടൻ പറഞ്ഞിരുന്നു. എന്താ ബാലേട്ടൻ അത് മറന്നുപോയോ എന്ന് വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പം തന്നെ ബാലന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. എന്താ ഉണ്ടായത് എന്ന് ധർമ്മനോട് വീണ്ടും ചോദിക്കും. ആകാശം മദ്യപിച്ചോ എന്ന് ധർമ്മനോട് വീണ്ടും ചോദിക്കും. അളിയ, അത് നിന്നോടാണ് ഞാൻ ചോദിച്ചത്. ധർമ്മ, ആകാശം മദ്യപിച്ചോ ഇല്ലയോ നീ എന്നോട് തുറന്നു പറയണം, അത് മാത്രം പറഞ്ഞാൽ മതി. കൂടുതൽ ന്യായീകരണം ഒന്നും നീ പറയാൻ നിൽക്കണ്ട. ആകാശിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ബാലേട്ടൻ നേരിട്ട് തന്നെ ബോധ്യപ്പെടുന്നതാണ് നല്ലത്. ആകാശ് റൂമിലുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ.
പോയി ആകാശിനെ കൂട്ടിക്കൊണ്ട് വാ എന്ന് ബാലൻ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ സുകന്യ പറയും വേണ്ട, ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരാം എന്ന് സുകന്യ പറഞ്ഞിട്ട് ആകാശിൻ്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങും. എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയും, ഇനി ആകാശ് ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാനും ധർമ്മേട്ടനും ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. അതും കൂടി കണക്കിലാക്കി വേണം ബാലേട്ടൻ എന്ത് തീരുമാനം എടുക്കാൻ എന്നും പറഞ്ഞ് സുകന്യ വീണ്ടും ആകാശിൻ്റെയും മീനാക്ഷിയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പം ബാലന് നല്ല ദേഷ്യം വരികയാണ്. ധർമ്മനാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. അതേസമയം തന്നെ സുകന്യ വന്ന് അവരുടെ റൂമിൽ കൊട്ടുവിട്ടോ വാതിൽ. അപ്പോഴത്തേക്കിട്ട് മീന് വന്ന് വാതിൽ തുറക്കും, അകത്തേക്ക് കയറും. എന്താ ചേച്ചി എന്നപ്പം മീന് ചോദിക്കും. പറയാം, ബെഡുണ്ടായിട്ടും ആകാശ് എന്താ കസേരയിലിരുന്ന് ഉറങ്ങുന്നേ എന്ന് ചോദിക്കും. അത് പിന്നെ എന്നും പറഞ്ഞ് ഉരുണ്ട് കളിക്കും. അതിൻ്റെ കാരണം എന്താണെന്നേ എന്നോട് പറയണ്ട, ബാലേട്ടൻ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞ് ബോധിപ്പിച്ചാൽ മതി എന്ന് സുകന്യ മീനുവിനോട് പറയൂട്ടോ. അത് കേൾക്കുമ്പോൾ മീനുവാണ് ഞെട്ടി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ്